ഭീഷ്മര് ധർമ്മിഷ്ഠനായിരുന്നു, പക്ഷെ കൗരവപക്ഷത്ത് ചേർന്നു എന്നുള്ളതാണ് പലപ്പോഴും ഭീഷ്മരുടെ ഒരു അധർമ്മത്തിൻ്റെതായിട്ട് പറയുന്നത്. അതത്രയുമല്ല. അത് ഈ ഭീഷ്മര് രണ്ട് വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നതാണ്. ഭീഷ്മരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല വ്യാസൻ. ഭീഷ്മരുടെ പരോക്ഷമായ അനേകം അധർമ്മങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരും. പ്രത്യേകിച്ചും അത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ സമയം മുതലാണ് ഭീഷ്മരുടെ, നമ്മൾ സാധാരണ പറയും ഭീഷ്മരുടെ ഇമേജ് തകരാൻ പോകുന്നത് അവിടെ മുതലാണ്. അപ്പോൾ നമുക്ക് ഭീഷ്മരെ തകർത്ത് താഴെ ഇടാം, തകർന്ന് വീഴട്ടെ അദ്ദേഹം, നിലനിൽക്കാൻ സാധിക്കാത്തതൊക്കെ കാലാൽ തട്ടി നിരത്തട്ടെ, കാലം ജീർണിച്ചതൊക്കെയും ശങ്കരക്കുറുപ്പ്. അപ്പോൾ അതുപോലെ കാലം ഒറ്റ തട്ടിന് തെറിപ്പിച്ച് കളയാനുള്ള കഴിവ് ഭീഷ്മർക്കുണ്ടെങ്കിൽ തട്ടി തെറിപ്പിച്ച് കളയട്ടെ, നാം എന്തിന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ. അപ്പോൾ അത് വരും. ശ്രീകൃഷ്ണൻ ചെന്നിട്ട് പോകേണ്ടുന്നവനല്ല, ഈ യുദ്ധത്തിലൊരു കാര്യമുള്ളവനുമല്ല, ഈ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടുമില്ല. ഇതാണ് കൃഷ്ണനെ സംബന്ധിക്കുന്ന അത്ഭുതം. ഒരു നേട്ടവും അദ്ദേഹത്തിനില്ല. എങ്കിലും പറഞ്ഞു, ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പോവുകയും ചെയ്തു. വിതുരരുടെ വീട്ടിൽ ചെന്ന് തലേ ദിവസം താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിതുരർ പറഞ്ഞു, അങ്ങ് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്, ദുര്യോധനനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദുര്യോധനൻ കർണൻ്റെയും ദുശാസൻ്റെയും ശകുനിയുടെയും പിടിയിൽ പരിപൂർണമായി ഒതുങ്ങി നിൽക്കുന്നവനും അധർമ്മിഷ്ഠനും ദുഷ്ടനും ദ്രോഹിയുമാണ്. തമോ ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഒന്നും പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഏൽക്കുകയില്ല. അതുകൊണ്ട് അവനോട് സംസാരിക്കേണ്ട എന്ന് മാത്രമല്ല, അവൻ ഏതെങ്കിലും തരത്തിൽ അങ്ങയെ അപകടപ്പെടുത്താനും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രഭാതത്തിൽ അങ്ങ് മടങ്ങണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അങ്ങനെ മടങ്ങുകയില്ല. എൻ്റെ ഒരു ശ്രമം കൊണ്ട് അനേക കോടി ആളുകളെ ബലി കഴിക്കേണ്ടി വരുന്ന ഒരു മഹായുദ്ധം ഒഴിവായി പോകുമെങ്കിൽ അതൊരു വലിയ മാനുഷിക ലോക സേവനമാവുകയില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് വിതുരരോട് ചോദിച്ചത്. വിതുരർ ബുദ്ധിയുള്ളവനായതുകൊണ്ട് പിന്നെ അദ്ദേഹം തർക്കിക്കാൻ പോയില്ല. ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് പിന്നെ തർക്കിക്കാൻ പോയില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അതിനുവേണ്ടി എവിടം വരെ താഴ്ന്നു എന്നത് നോക്കണം. നേരത്തെ അവർക്കുണ്ടായിരുന്ന പകുതി രാജ്യം കൊടുക്കാൻ പറഞ്ഞു. പകുതി രാജ്യത്തിനല്ല ഇവർക്ക് അവകാശമുള്ളത്, മുഴുവൻ രാജ്യത്തിനാണ് അവർക്ക് അവകാശം. ഭീഷ്മർ കയറി ഇടപെട്ട് വഷളാക്കിയതാണത്. അത് നമ്മൾ പിന്നീട് പറയും. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് അവരെ ഹസ്തിനപുരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭീഷ്മരുണ്ടാക്കിയ ഒരു നിബന്ധനയാണ്, പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന്. മുഴുവൻ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് പകുതി രാജ്യം കൊടുക്കാൻ ഒരു തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു ആര്? ഭീഷ്മർ. ഇതാണ് ഭീഷ്മരുടെ ഭാഗത്തുള്ള അധർമ്മം. പരോക്ഷമായ അധർമ്മത്തിൻ്റെ ഒരു നിധി നിക്ഷേപമാണ് ഭീഷ്മർ. പിന്നെ മറ്റൊന്നുണ്ട്, ഇവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകളഞ്ഞതാണ്. ആരെ? പാണ്ഡവന്മാരെയും കുന്തിയെയും. അങ്ങനെ ചുടാമോ? അങ്ങനെ ചുട്ടാൽ രാജ്യത്തിൻ്റെ അപ്പോഴത്തെ ദണ്ഡനാധികാരമുള്ള രാജാവ്, അല്ലെങ്കിൽ ആ രാജാവിൻ്റെ ഉപദേഷ്ടാവ്, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ അവർ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഭീഷ്മർ എന്ത് ചെയ്യണം? അവർക്ക് ശിക്ഷ വിധിക്കണം. ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്? ധൃതരാഷ്ട്രർക്ക് ശിക്ഷ വേണം. ധാർത്തരാഷ്ട്രന്മാർക്ക് മുഴുവൻ ശിക്ഷ വേണം, അതായത് 100 വരെ. ശകുനിക്ക് ശിക്ഷ വേണം, കർണന് ശിക്ഷ വേണം. ദുശാസനൻ ഇതിനകത്ത് പെട്ടു. ഇവർക്കെല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ഇങ്ങനെ ശിക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കേണ്ടുന്ന, അനുശാസിക്കേണ്ടുന്ന ഭീഷ്മർ എന്താണ് ആ സമയത്ത് ചെയ്തത്? അദ്ദേഹം ചെയ്യുന്നത് ഇവർക്ക് പകുതി രാജ്യം കൊടുത്ത് അവരെ രക്ഷിക്കുകയാണ്. ഇത് ശിക്ഷിക്കപ്പെടാതെ പോകാമോ? ഒരു തമാശ കാണിച്ചതാണോ അത്? അരക്കില്ലത്തിട്ട് നുണ പറഞ്ഞ് വാരണാവതത്തിൽ കൊണ്ടുപോയി അരക്കില്ലം പണിത് മെഴുകും കോലരക്കും കൊണ്ട് അതിനോടുകൂടി ഈ ചണവും ചേർത്ത് കുഴച്ച് വലിയ ദൂരെ നിന്ന് നോക്കിയാൽ വലിയൊരു കൊട്ടാരമാണ്, മഹാസൗധമാണ് തോന്നത്തക്ക വിധത്തിൽ ഒരു കെട്ടിടം പണിതിട്ട് നിരാധാരയായ ഒരു സ്ത്രീയെയും, അതും എങ്ങനത്തെ സ്ത്രീയെ? ഹസ്തിനപുരിയിൽ മഹാരാജാവിൻ്റെ, പാണ്ഡു മഹാരാജാവിന്
ഒപ്പമിരുന്നു കൊണ്ട് ധർമ്മകാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ത്രീയെയും അവരുടെ പുത്രന്മാരെയും കൂടി അരക്കില്ലത്തിലിട്ട് ചുട്ടുകളയാം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. സംഗതിവശാൽ അത് നടന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതെ ആകുന്നില്ലല്ലോ.